കോൺഗ്രസ് അടിമുടി മാറ്റങ്ങളുടെ പാതയിലാണ് എന്നതിൽ സംശയമേയില്ല. തറ ഉറച്ചു കെട്ടിയാലേ മേൽക്കൂര നന്നാവുകയുള്ളൂ എന്ന ബോധ്യമാണ് കോൺഗ്രസിന്റെ പുതിയ തീരുമാനങ്ങളുടെ കാതൽ. തോൽവികൾക്കുള്ള കാരണം പ്രാദേശിക നേതാക്കളാകുമെന്ന് ഖാർഗെ പ്രഖ്യാപിച്ചു തന്നെ ഇനി തോൽക്കാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കണം എന്നാണ്. ഇതായപ്പോൾ AICC സമ്മേളനത്തിന് മുൻപായി രാജ്യത്താകമാനമുള്ള DCC അധ്യക്ഷന്മാരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. DCCകളെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി DCCകളെ എങ്ങനെ മാറ്റാമെന്നുമാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. AICC സമ്മേളനത്തിന് മുൻപ് മാർച്ച് 27, 28 തീയതികളിലായിരിക്കും സമ്മേളനം നടക്കുക. ഏപ്രിലിലെ 3 ദിവസങ്ങളിലാണ് AICC സമ്മേളനം നടക്കുക. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഭവനിൽ DCC അധ്യക്ഷന്മാരെ 3 ബാച്ചുകളാക്കി തിരിച്ചുകൊണ്ടാണ് സമ്മേളനം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ചേർന്ന AICC ജനറൽ സെക്രട്ടറിമാരുടെയും സ്റ്റേറ്റ് ഇൻചാർജുമാരുടെയും യോഗത്തിലായിരുന്നു ഈ പുതിയ തീരുമാനം കൊണ്ടുവന്നത്. ഏപ്രിൽ 8, 9 ദിവസങ്ങളിലാണ് അഹമ്മദാബാദിൽ AICC സമ്മേളനം അരങ്ങേറുന്നത്. സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി DCCകളെ എങ്ങനെയാക്കാമെന്ന് മാർച്ച് 27, 28 എന്നീ ദിവസങ്ങളിലാക്കി ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ബൽഗാവിൽ ചേർന്ന സമ്മേളനത്തിന്റെ തീരുമാനം 2025 സംഘടന ശക്തിപ്പെടുത്താനുള്ള വർഷമാണ് എന്നാണ്. ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് DCC അധ്യക്ഷന്മാരുടെ സമ്മേളനമെന്നും ജയറാം രമേശ് പറയുകയാണ്. കൂടാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക എന്നതും അറിയിച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനും കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു. ദേശീയ മുതൽ അഴിച്ചുപണി നടത്തിക്കൊണ്ട് വരുന്ന കോൺഗ്രസ് വീറും വാശിയോടെ പ്രവർത്തിക്കണമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ബീഹാറിലും തങ്ങളുടെ ചുവടുകൾ കോൺഗ്രസ് വെച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഖിലേഷ് പ്രസാദ് സിംഗിനെ പകരമായിട്ട് രാജേഷ് കുമാറിനെ ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് കോൺഗ്രസ് നിയമിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് ദളിത് പിന്തുണ ഏകീകരിക്കാനുള്ള പാർട്ടിയുടെ കണക്ക് കൂട്ടലുകളുടെ ശ്രമമായിട്ടാണ് ഈ തീരുമാനത്തെ കാണുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതൊന്നും കൂടാതെ ഗുജറാത്തില് BJPക്ക് വായ്ത്താരി പാടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് താക്കീതുമായി രാഹുൽ ഗാന്ധി എത്തിയതും പാർലമെന്റിൽ ഉറച്ച ശബ്ദമാകണമെന്നും MPമാർക്ക് ഉപദേശം നൽകിയതുമെല്ലാം മാറ്റത്തിന്റെ ചുവട് പിടിച്ച രാഹുലിന്റെ ഉറച്ച വാക്കുകളായിരുന്നു. ഇതോടെ മനസ്സിലാക്കാം കോൺഗ്രസ് പുതിയ മാറ്റത്തിന്റെ ചുവടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്.